നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പലപ്പോഴും പല രാഷ്ട്രങ്ങളിലെ നേതാക്കളുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് പല ദുരൂഹമായിട്ടുള്ള കാര്യങ്ങളും പുറത്തു വരാറുണ്ട്. പലപ്പോഴും അവർ വളരെ ദുരൂഹമായ അവസ്ഥയിലാണ് ഉള്ളത്. പക്ഷേ അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയാണെങ്കിലും പിന്നീട് ആ രാജ്യത്തിന്റെ ഭരണകൂടം അതെല്ലാം തന്നെ നിഷേധിച്ചുകൊണ്ടും രംഗത്ത് വരാറുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഏറ്റവും ചർച്ചയായതായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അലാസ്കയിൽ ചർച്ചയ്ക്കായിട്ട് എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പൂപ്പ് സൂട്ട് കേസും അദ്ദേഹത്തിന്റെ അംഗരക്ഷകർ കൂടെ കൊണ്ടുവന്നിരുന്നു. അതായത് യാതൊരു തരത്തിലും അദ്ദേഹത്തിന്റെ മലമൂത്ര വിസർജനം ശേഖരിച്ചുകൊണ്ട് വേറൊരു രാജ്യത്തുള്ള ആരെങ്കിലും ശേഖരിച്ചുകൊണ്ട് അതിൽ നിന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, മാരകമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ പിടിപെട്ടിട്ടുണ്ടോ എന്നുള്ളത് പോലും കണ്ടെത്താതിരിക്കാൻ, അതായത് പുടിന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ഒരു തരത്തിലും മറ്റുള്ള രാജ്യത്തുള്ള ആളുകൾക്ക് അറിയാതിരിക്കാനുള്ള എല്ലാ നീക്കവും വളരെ കർശനമായിട്ടുള്ള നീക്കമായിരുന്നു റഷ്യ അടക്കം എപ്പോഴും സ്വീകരിക്കാറുള്ളത്. പുടിൻ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴൊക്കെ തന്നെ ഈ ഒരു കാര്യം ഇത് പിന്തുടർന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ അംഗരക്ഷകർ എപ്പോഴും പോകാറുള്ളത്. ഇനി അമേരിക്കയിലേക്ക് വരികയാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചും പലപ്പോഴും പല രീതിയിലുള്ള ചർച്ചകൾ വരാറുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യമൊക്കെ പോയി, പണ്ടത്തെ ഒരു ചുറുചുറുക്കൊന്നും അദ്ദേഹത്തിന് ഇപ്പോഴില്ല. വേദിയിലൊക്കെ തന്നെ പലപ്പോഴും അദ്ദേഹം പ്രസംഗിക്കാനായിട്ട് വരുമ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ഒക്കെ തന്നെ വലിയ രീതിയിൽ അത് ചർച്ചയാക്കാറുണ്ട്. ഇപ്പോഴും അത്തരത്തിലൊരു ചർച്ചയാണ് വീണ്ടും വന്നിരിക്കുന്നത്. അതിനുള്ള കാരണം ഇതാണ്. 2025 സെപ്റ്റംബർ 11 അമേരിക്കൻ ജനതയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത വേദനയുടെ ഓർമ്മ പുതുക്കുന്ന ദിവസം. ലോകം മുഴുവൻ 9/11 ആക്രമണത്തിന്റെ 24ാം വാർഷികം ഓർത്ത് ദുഃഖിതരായിരുന്നപ്പോൾ പെന്റഗണിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുഖം പലരുടെയും മനസ്സിൽ വീണ്ടും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള പുതിയ ആശങ്കകൾക്കാണ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ ദുരന്ത ദിനത്തിൽ ആദരസൂചകമായി അണിനിരന്നവരുടെ കൂട്ടത്തിൽ അസാധാരണമായ രീതിയിൽ മുഖം ഒരു വശം തൂങ്ങിയ മുഖവുമായി നിന്ന ട്രംപ് കാഴ്ചക്കാരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇത് കേവലം പ്രായത്തിന്റെ ക്ഷീണമാണോ അതോ അതീവ ഗുരുതരമായ പക്ഷാഘാതത്തിന്റെ സൂചനയാണോ എന്ന ചോദ്യം അമേരിക്കൻ ജനതയുടെ മനസ്സിൽ ഒരുപോലെ ഉയർന്നു നിൽക്കുകയാണ്. ആ ദുരന്ത ദിനത്തിൽ സംഭവിച്ച ദുരിതങ്ങൾക്കൊപ്പം അവരുടെ നേതാവിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള പുതിയ ആശങ്കകൾ കൂടിയായപ്പോൾ വീണ്ടും ഡൊണാൾഡ് ട്രംപിന്റെ ആരോഗ്യം സമൂഹത്തിൽ ചർച്ചയാവുകയാണ്. അമേരിക്കൻ സ്ട്രോക്ക് അസോസിയേഷന്റെ റിപ്പോർട്ട് പ്രകാരം സ്ട്രോക്ക് സംഭവിക്കുമ്പോൾ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടാം. തലച്ചോറിന്റെ ഒരു ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം കുറയുകയോ തടസ്സപ്പെടുകയോ ചെയ്താൽ മുഖത്തിന്റെ ഒരു വശം വാടുകയോ തൂങ്ങുകയോ ചെയ്യാം. ചടങ്ങിനിടെ ട്രംപിന്റെ മുഖം ഇതുപോലെ വാടിയതായി കണ്ടതോടെ പലരും ഇതൊരു സ്ട്രോക്ക് ലക്ഷണമാണെന്ന് ചർച്ചകളും നടത്തി. ഇത് ആദ്യമായുള്ള സംശയമല്ല. ആദ്യം ട്രംപിന്റെ കൈകളിൽ ചതവുകളും കണ്ണങ്കാലുകളിൽ വീക്കവും കണ്ടതിനെ തുടർന്നും ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടെന്നുള്ള ചർച്ചകൾ വ്യാപകമായിരുന്നു. അതിനെ വൈറ്റ് ഹൗസ് തള്ളിക്കളഞ്ഞിരുന്നു. പതിവായി കൈകുലുക്കം, ആസ്പിരിൻ ഉപയോഗം, പ്രായവുമായി ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങൾ എന്നിവ മാത്രമാണെന്നാണ് വിശദീകരണം നൽകിയിരുന്നത്. 79 വയസ്സുള്ള ട്രംപ് തന്റെ 2ാം കാലാവധി പൂർത്തിയാക്കിയാൽ ഏറ്റവും പ്രായം കൂടിയ അമേരിക്കൻ പ്രസിഡന്റ് ആകും. മുൻ പ്രസിഡന്റായ ജോ ബൈഡന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടതിനാൽ ജനങ്ങൾ ട്രംപിന്റെ ആരോഗ്യത്തെക്കുറിച്ചും അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. കൂടാതെ ചിലപ്പോൾ ട്രംപ് പൊതുജനങ്ങളിൽ നിന്ന് ദിവസങ്ങൾക്കുള്ളിൽ കാണാതാകുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാലാണെന്ന സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. അതേസമയം തന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങളെയും ട്രംപ് തള്ളിക്കളഞ്ഞു. ഞാൻ ഇതുവരെ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ആരോഗ്യവാനായ പ്രസിഡന്റ് ആണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ചില ഡോക്ടർമാർ ട്രംപിന്റെ മുഖത്തുള്ള തൂങ്ങലുകൾ പ്രായം കൂടുന്നതിനാൽ ഉണ്ടാകുന്ന നിസ്സാര പ്രശ്നങ്ങളാണെന്ന് വിശദീകരിച്ചപ്പോൾ മറ്റു ചിലർ ഇതൊരു സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നമാണെന്നും കൂടുതൽ പരിശോധന ആവശ്യമാണെന്നും അഭിപ്രായപ്പെട്ടു. ഡൊണാൾഡ് ട്രംപിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ഇന്നും തുടരുകയാണ്. അദ്ദേഹത്തിന്റെ മുഖത്ത് കാണപ്പെട്ട അസാധാരണ ലക്ഷണങ്ങൾ പ്രായവുമായി ബന്ധപ്പെട്ടതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തിന്റെ സൂചനയാണോ എന്നത് വൈദ്യപരിശോധനകളിലൂടെ മാത്രമേ വ്യക്തമാകൂ. ലോക രാഷ്ട്രീയത്തിലെ പ്രധാന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യ വിവരങ്ങൾ ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഏറെ പ്രാധാന്യമുള്ള വിഷയമാണ്. കൂടാതെ ഒരു രാജ്യത്തിന്റെ ഭരണപ്രധാനിയായി പ്രവർത്തിക്കുന്ന വ്യക്തിയുടെ ആരോഗ്യം ആ രാജ്യത്തിന്റെ സ്ഥിരതയെയും ജനങ്ങളുടെ ആത്മവിശ്വാസത്തെയും നേരിട്ട് ബാധിക്കുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ ജനങ്ങളുടെ മനസ്സിൽ വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ഇതൊരു വ്യക്തിയുടെ ആരോഗ്യ പ്രശ്നത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് രാഷ്ട്രീയമായുള്ള നിലപാടുകളെയും ഭാവിയിലെ തീരുമാനങ്ങളെയും സ്വാധീനിക്കുന്ന ഘടകമായി മാറുകയാണ്. ഏതായാലും ഇപ്പോൾ ട്രംപിന്റെ അത്തരത്തിലുള്ള ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം തന്നെ ചർച്ച ചെയ്യുന്നത്. ഇത്
അമേരിക്കൻ ജനത തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. കാരണം അധികാരത്തിലേറി ഇത്രയും മാസങ്ങൾ പിന്നിടുമ്പോൾ വളരെ വിമർശനാത്മകമായിട്ടുള്ള പല നിലപാടുകളും നീക്കങ്ങളാണ് ട്രംപ് തന്റെ സ്വന്തം രാജ്യത്ത് നടപ്പാക്കിയിരിക്കുന്നത്. അതിനെതിരെ അമേരിക്കൻ ജനത തന്നെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നത്തെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും വാർത്തകൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ട്രംപിന്റെ ഭരണത്തെ തന്നെയായിരിക്കും ബാധിക്കുക. ട്രംപിനെ ജനങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടാനും ഇത് വഴിയൊരുക്കും. അതേസമയം തന്നെ ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന ക്വാഡ് ഉച്ചകോടിക്കായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിച്ചേക്കാം എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരികയാണ്. ക്വാഡ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ ട്രംപ് പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധനാണെന്നും സന്ദർശനത്തിന്റെ ചർച്ചകൾ ഇതിനകം നടക്കുന്നുണ്ടെന്നും ട്രംപിന്റെ അനുയായി സെർജിയോ ഗോർ പറഞ്ഞു. ഇന്ത്യയിലെ US അംബാസഡറായി തെരഞ്ഞെടുക്കപ്പെട്ട ഗോർ കൃത്യമായ തീയതി ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നും സെനറ്റ് വിദേശകാര്യ കമ്മിറ്റിയെ അറിയിച്ചു. നവംബറിലെ ക്വാഡ് ഉച്ചകോടിക്കായി ട്രംപിന്റെ ഇന്ത്യൻ സന്ദർശനം റദ്ദാക്കിയതായി ന്യൂയോർക്ക് ടൈംസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ജൂൺ 17 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോൺ കോളിൽ ട്രംപിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു. ട്രംപ് ക്ഷണം സ്വീകരിച്ചതായി ഇന്ത്യ അറിയിച്ചിരുന്നു. അമേരിക്കയുമായി കരാർ ഇന്ത്യയും അമേരിക്കയും തീരുവ സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാറായെന്നും വരും ആഴ്ചകളിൽ ഒരു കരാറിലെത്താൻ കഴിയുമെന്നും ഇന്ത്യയിൽ അമേരിക്കൻ അംബാസഡർ ആകാനുള്ള സെനറ്റ് ഹിയറിംഗിൽ സംസാരിക്കവേ ഗോർ നിയമസഭാ അംഗങ്ങളോട് പറഞ്ഞു. വ്യാപാരത്തെക്കുറിച്ചും റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയെക്കുറിച്ചും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നും അദ്ദേഹം സമ്മതിച്ചു. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തവും പ്രധാനപ്പെട്ടതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്.